നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സദസ്സിൽ പ്രതിഷേധിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന അതിക്രമണത്തിനെതിരെ വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ബഹുജന മാർച്ച് നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നാട്ടിക പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി. സ്പീഡ് പോസ്റ്റ് മുഖേന ലഭിച്ച പാഴ്സലിൽ നിന്ന് 14.19 ഗ്രാം MDMA-യുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. നവകേരള സദസ്സിൽ പ്രതിഷേധിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന അതിക്രമണത്തിനെതിരെ വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ബഹുജന മാർച്ച് നടത്തി. നവകേരള സദസ്സിന്റെ പേരിൽ കേരളം മുഴുവൻ നടത്തുന്ന ധൂർത്തും CPM ഉദ്യോഗസ്ഥ അച്ചുതണ്ടിൽ നടത്തുന്ന സ്പോൺസർഷിപ്പും പണപ്പിരിവും CBI അന്വേഷിക്കണമെന്ന് TN പ്രതാപൻ MP ആവശ്യപ്പെട്ടു. കോൺഗ്രസ് വലപ്പാട്, നാട്ടിക, തളിക്കുളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന സംയുക്ത പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിന്റെ എല്ലാ ചട്ടവും നിയമവും ലംഘിച്ച് അംഗരക്ഷകരും അകമ്പടിക്കാരും മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ അഴിഞ്ഞാടുകയാണ്. പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും TN പ്രതാപൻ MP ആവശ്യപ്പെട്ടു. ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അടക്കം ഭരിക്കുന്ന കാലത്ത് പോലും കോൺഗ്രസ് അവരെയൊക്കെ എതിർത്തെങ്കിലും ഇതുപോലെ ഒരു ഭരണം ആയിരുന്നില്ല. പിണറായി വിജയന്റെ രണ്ടാം ഭരണം കേരളത്തിന് സാമ്പത്തിക രംഗത്തെ തകർത്തു, സാമൂഹിക രംഗത്തെ തകർത്തു, കേരളത്തിലെ ക്രമസമാധാന നിലയിൽ കൂടി തകർത്തിരിക്കുകയാണ്. നവകേരളം സദസ് എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് നിന്നും ആരംഭിച്ച സദസ് കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്ത കാലത്ത്, കേരളത്തിലെ ഖജനാവിനെ പരിപൂർണമായും തകർത്ത കാലത്ത് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും വികലാംഗ പെൻഷനും ഉൾപ്പെടെയുള്ള ഒരു സാമൂഹ്യ ക്ഷേമ പെൻഷനും കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല. അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ ഭാഗമായിട്ടുള്ള അവരുടെ ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ മാർഗമില്ല. കേരളത്തിലെ കരാറുകാർക്ക് പണം കൊടുക്കാതെ എല്ലാ വികസന പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സംസ്ഥാനം കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തത് കൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേരളത്തിൽ സ്തംഭിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാതെ ഉച്ചഭക്ഷണ വിതരണം സ്തംഭിച്ചിരിക്കുകയാണ്. ആശുപത്രികളിലെ രോഗികൾക്ക് കൊടുക്കുന്ന ബ്രെഡും പാലും മുട്ടയും ഉൾപ്പെടെയുള്ളവ കൊടുത്തവരുടെ പണം കൊടുക്കാതെ അതെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു പാപ്പരായ കേരളം ഇതിനു മുൻപ് കണ്ടിട്ടില്ല. KSRTC ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുന്നില്ല. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ഫിറോസ് ത്രിവേണി, PM സിദ്ദീഖ്, PS സുൽഫിക്കർ, സുമേഷ് പാനാട്ടിൽ, P വിനു, CV വികാസ് എന്നിവർ സംസാരിച്ചു. PM ശരത് കുമാർ, CG അജിത് കുമാർ, TN സുനിൽ കുമാർ, TV ഷൈൻ, CR അറുമുഖൻ, CS മണികണ്ഠൻ, PK നന്ദനൻ, PM അമറുദ്ദീൻ ഷാ, ഗഫൂർ തളിക്കുളം, CV ഗിരി, PC ജയപാലൻ, ബിന്ദു പ്രദീപ്, രഹന ബിനീഷ്, ജയ സത്യൻ,
ഷിബ പ്രദീപ് എന്നിവർ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേതൃത്വം നൽകി. നേരത്തെ തൃപ്രയാറിൽ നിന്ന് വലപ്പാട് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ചന്തപ്പടിയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്ന് ടി.എൻ. പ്രതാപൻ എം.പി. അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ടി.എൻ. പ്രതാപൻ എം.പി. ഉദ്ഘാടനം ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പോലീസിനെതിരെ അതിശക്തമായ കനത്ത പ്രതിഷേധമാണ് നമ്മൾ ഉയർത്തിയിരിക്കുന്നത്. പോലീസിന്റെ അന്തിക്കാട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് DCC ജനറൽ സെക്രട്ടറി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. National Congress Zindabad! 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 Vijay Toliyate! Congress Zindabad! ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾ ദുരിതത്തിലാണ്. കർഷകർ വേദന അനുഭവിക്കുന്നു. അവർ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല. ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കിയിട്ട് മാസങ്ങളായി. സപ്ലൈകോയിൽ ഒന്നുമില്ല. വിലക്കയറ്റം രൂക്ഷമാണ്. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. പിൻവാതിൽ നിയമനം നടക്കുന്നു. DVPക്കാരന് SFIക്കാരന് മാത്രം ജോലി ലഭിക്കുന്നു. പഠിച്ചവർക്ക് ജോലിയില്ല. PSC നോക്കി കുത്തിയായി മാറ്റിയിരിക്കുന്നു. ഇതിനെതിരെയുള്ള വലിയ സമരത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത്. ഞങ്ങൾ ആരും ബഹളമുണ്ടാക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വികർ ചെയ്തതുപോലെ സമാധാനപരമായ സമരങ്ങൾ. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല, ഞങ്ങളുടെ കയ്യിൽ ബോംബില്ല, ഞങ്ങളുടെ കയ്യിൽ കല്ലുകളില്ല. കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷത വഹിച്ചു. ആൻഡോ തറയൻ, VK പ്രദീപ്, ഷൈൻ പള്ളിപ്പറമ്പിൽ, VK മോഹനൻ, E രമേശൻ, CR രാജൻ, റസിയ ഹബീബ്, ഗീതാദാസ് എന്നിവർ പ്രസംഗിച്ചു. യദുകൃഷ്ണ, കിരൺ തോമസ്, റോയ് ആന്റണി, EM ബഷീർ, സുധീർ പാടൂർ, ടിൻഡോ മാങ്ങൻ, ഹബീബുള്ള, ഉണ്ണി പൂക്കാട്ട്, ശാന്ത സോളമൻ, രാമൻ നമ്പൂതിരി, T ഫാറൂഖ്, റിജു കണക്കത്ര, രേണുക എന്നിവർ നേതൃത്വം നൽകി. നവകേരള സദസ്സിലെ പോലീസ് ഭീകരതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. താന്യം നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ഈ നവകേരള സദസ്സിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു അവകാശവും നേടിത്തരില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇതിനെ ശക്തമായി കരിങ്കൊടി കാണിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കരിങ്കൊടി കാണിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കരിങ്കൊടി കാണിക്കുന്ന ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. യൂത്ത് കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി അധ്യക്ഷത വഹിച്ചു. യൂത്ത് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദു കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി.
യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, ആഷിഖ് ജോസ്, സിറിൽ ജോസഫ്, PI നൌഷാദ്, കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നാട്ടിക, CR രാജൻ എന്നിവർ പ്രസംഗിച്ചു. രാമൻ നമ്പൂതിരി, EM ബഷീർ, T ഫാറൂഖ് എന്നിവർ നേതൃത്വം നൽകി. യുവജന സമരങ്ങളെ DYFI പോലീസ് ഗുണ്ടകളെ വെച്ച് നേരിട്ടാൽ CPM വലിയ വില കൊടുക്കേണ്ടിവരുമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അരിമ്പൂർ, മണലൂർ, വാടാനപ്പള്ളി, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി മണ്ഡലങ്ങളും ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സമരം ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ സമരം നടത്തുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു അവകാശ പോരാട്ടത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അല്ലാതെ പിണറായി വിജയന്റെ തള്ളൽ നടത്തുന്ന നവകേരള സദസ്സിനെതിരെയുള്ള സമരമല്ല. നവകേരള സദസ്സുമായി ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ട്, സൈദ്ധാന്തികപരമായ വിയോജിപ്പുണ്ട്, ആശയപരമായ വിയോജിപ്പുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ നടത്തുന്ന ആ വിയോജിപ്പിന്റെ പേരിൽ നടത്തുന്ന സമരമല്ല. എന്താ കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മന്ത്രിസഭാ അംഗങ്ങളും കേരളത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭരണകൂടത്തിന് കൊടുത്തിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് കൊടുത്തിട്ടുള്ള വാഹനങ്ങൾക്ക് പുറമെ അത്യാധുനിക ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും 140 മണ്ഡലങ്ങളിൽ ടൂറടിക്കുകയാണ്, അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. തന്റെ നാട്ടിലേക്ക് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ 20 മന്ത്രിസഭാ അംഗങ്ങളും കടന്നു വന്നപ്പോൾ വിധവാ പെൻഷൻ കഴിഞ്ഞ 6 മാസമായി ലഭിക്കാത്ത ഒരു അമ്മയുടെ മകൻ ഒരു കരിങ്കൊടിയുമായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട, തോക്കുമായി സംരക്ഷിക്കേണ്ട ഗൺമാൻ അടക്കമുള്ള ആളുകൾ വടിയും കുന്തവുമായി ഈ നാട്ടിലെ ഓർഗാനിക്കായി അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടായ സമരത്തെ തല്ലി തകർക്കാൻ തീരുമാനിച്ചു. വാടാനപ്പള്ളി ശാന്തിനികേതൻ ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ മാർച്ച് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ VG അശോകൻ, CM നൌഷാദ്, KB ജയറാം, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ MV അരുൺ, PB ഗിരീഷ്, സുനിൽ കാര്യാട്ട്, ജിൽസൺ തോമസ്, ജെൻസൺ ജെയിംസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പഴുവിൽ യൂണിയൻ കൺവെൻഷൻ പഴുവിൽ ജെപ്പി സംഗമം ഹാളിൽ നടന്നു. AKTA സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് അത് സ്വാതന്ത്ര്യ പദ്ധതിയിലേക്ക് മാറി 360 രൂപ ദിവസം 1 രൂപ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി കരുതലായി കാത്തുവെക്കുക. ആ കരുതലിലൂടെ നിരവധി ആളുകളെ സഹായിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയണം എന്ന രീതിയിലേക്ക് നമ്മളതിനെ രൂപകൽപ്പന ചെയ്ത് വളരെ ഭംഗിയായി നമുക്കത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ നമ്മൾ വലിയ ആനുകൂല്യങ്ങൾ, അപകട മരണത്തിന് 2 ലക്ഷം രൂപ വീതം കൊടുക്കുന്ന രീതിയിലേക്ക്, അംഗമരണത്തിന് 20,000 രൂപ കൊടുക്കുന്ന രീതിയിലേക്ക്, അവകാശ മരണത്തിന് 25,000 കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ അതിനെ കൊണ്ടുവന്നുവെങ്കിലും കോവിഡ് കാലത്തുണ്ടായ ചില പ്രതിസന്ധികൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴും ഒരുപാട് ആളുകൾ സങ്കടപ്പെട്ടു അല്ലെ? കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കുറയുമ്പോൾ ഒരുപാട് ആളുകൾ സങ്കടപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് KC ആൻഡ്രു അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബീന ജയൻ വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സുരജ ഉണ്ണികൃഷ്ണൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ്, ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി, ഷാലി, രമി രാജ്, ജനനി, ബാബു എന്നിവർ സംസാരിച്ചു. ദേവസ്ഥാനത്തെ സംഗീത നൃത്ത മണ്ഡപത്തിൽ ദക്ഷിണാമൂർത്തി കൃതിയിൽ നാട്യചാരുത.
നാട്യാഞ്ജലിയിൽ ആരംഭിച്ച് മഹാഗണപതിം എന്ന ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നാട്ടരാഗത്തിൽ നാദയോഗി ദക്ഷിണാമൂർത്തി സ്വാമി രചിച്ച് സ്വയം പാടിയ കൃതിയിൽ നർത്തകി അഞ്ജന മഹേഷ് ഭരതനാട്യത്തിന്റെ പ്രാചീന ശൈലിയായ തഞ്ചാവൂർ ബാണിയിൽ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് വേറിട്ട നാട്യാനുഭവമായി. തുടർന്ന് നാരായണ തീർത്ഥർ കൃതിയായ ശ്രീകൃഷ്ണ മഹിമാലാസം നർത്തകി രമ വൈദ്യനാഥൻ രംഗാവിഷ്കാരം നൽകിയതും അവതരിപ്പിച്ചപ്പോൾ ദേവസ്ഥാന ദക്ഷിണാമൂർത്തി സംഗീത നൃത്തമണ്ഡപം ദൃശ്യാനുഭൂതിയിൽ ലയിച്ചു. ആയുർവേദവും നൃത്തവും ഒരേപോലെ തന്റെ ജീവിതചര്യയാക്കിയ ഡോക്ടർ രശ്മിയുടെ മോഹിനിയാട്ട കച്ചേരി കലാസ്വാദകർക്ക് പുതിയ അനുഭവതലം പകർന്നു. പ്രഗത്ഭ സംഗീതജ്ഞയായ നെല്ലായി കൃഷ്ണമൂർത്തിയുടെ പരമ്പരയിലെ സംഗീത വാഗ്ദാനമായ തിരുവനന്തപുരം ജെ സുബ്രഹ്മണിയും വിയൂർ സ്വദേശിയായ അഞ്ജലി ഗിരിജനും അങ്ങാടിപ്പുറം ശ്രീബാലയും ശ്രീലക്ഷ്മിയും സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചു. വയലിനിൽ സതീഷ് വർമ്മ എറണാകുളവും, മൃദംഗത്തിൽ വിനായക് കരുണും, ഘടത്തിൽ തൃശൂർ PV നാരായണനും പക്കമേളമൊരുക്കി. തളിക്കുളം കൈകൊട്ടിക്കളിയും ശ്രീഭദ്ര സംഘത്തിന്റെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമിയും ട്രസ്റ്റി KD വേണുഗോപാലസ്വാമിയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അനങ്ങാത്ത CPM പഞ്ചായത്ത് ഭരണസമിതിയാണ് നാട്ടികയിൽ ഭരണം നടത്തുന്നതെന്ന് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പട്ടി ചത്തുനാറിയിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ്. ദിവസേന ആയിരക്കണക്കിന് വന്നു പോകുന്ന വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ബസ് സ്റ്റാൻഡിലേക്ക് കടക്കണമെങ്കിൽ മൂക്കുപൊത്തി മാത്രമേ കടക്കാൻ സാധിക്കുകയുള്ളൂ. 2 ആഴ്ചയിൽ മേലെയായി ചത്തു ചീഞ്ഞഴുകിയ നിലയിൽ കിടക്കുന്ന പട്ടിയെ ഒന്ന് കുഴിച്ചുമൂടാനോ നടപടി സ്വീകരിക്കാനോ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല.
ഒന്നിനും കൊള്ളാത്ത നിശ്ചലമായ പഞ്ചായത്ത് നാട്ടികക്കാർക്ക് അപമാനമാണെന്ന് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. UDF ഭരണകാലത്ത് നിർമ്മൽ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് നാട്ടിക. 5 ലക്ഷം രൂപ നാട്ടിക ഗ്രാമപഞ്ചായത്തിന് പാരിതോഷികമായി ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നാട്ടികയിൽ കാണുന്നത് പലയിടങ്ങളിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്നതാണ്. UDF ഭരണകാലത്ത് പൂർണ്ണ ശുചിത്വവും മാലിന്യ സംസ്കരണത്തിനും ആവശ്യമായ നടപടികളും സ്വീകരിച്ചു വന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി പറഞ്ഞു. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണവും നവീകരണവും പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നും ജനങ്ങൾക്ക് ബാധ്യതയായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുന്നുവെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ഷൗക്കത്ത് അലി കൂട്ടിച്ചേർത്തു. ഇവിടെ നമുക്കറിയാം നാട്ടിക SN കോളേജ്, പോളിടെക്നിക്ക്, അതുപോലെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ആളുകൾ ഈ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ പലപ്പോഴും അവർക്ക് പ്രാഥമികമായ അവരുടെ ആവശ്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൂത്രപ്പുരയും കക്കൂസയും 3 മാസമായി പൂട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഒരു നായ ചത്തിട്ട് അത് ഏകദേശം ഒരു 2 ആഴ്ചയിൽ കൂടുതലായ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർ മൂക്കുപൊത്തിയിട്ടാണ് ഇതിൽ പോകുന്നത്. UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മൽ പുരസ്കാർ അവാർഡ് നേടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത്. ആ പഞ്ചായത്തിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഏറ്റവും പുറകിലേക്ക് പോയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്തായി തീരപ്രദേശത്ത് നമ്മുടെ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് പല നിലക്കും ശുചിത്വത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു പേരിന് മാത്രമെന്നാണ് ഇടതുപക്ഷം ഭരിക്കുന്ന CPM ഭരിക്കുന്ന ഈ നാട്ടിക പഞ്ചായത്തിൻ്റെ ഈ ഒരു ഭാഗം തന്നെ കണ്ടാൽ നമുക്ക് സാധിക്കുന്നു. എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കി കംഫർട്ട് സ്റ്റേഷൻ യാത്രക്കാർക്ക് തുറന്നു കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ജനകീയ സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്, ബിന്ദു പ്രദീപ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TV ഷൈൻ, മത്സ്യത്തൊഴിലാളി വിയോജക മണ്ഡലം പ്രസിഡന്റ് PC ജയബാലൻ, ബാബു പനക്കൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് പങ്കെടുത്തു. സംസ്ഥാന വനിതാ കമ്മീഷനും വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത അഷിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ EP അജയ് ഘോഷ്, BK മണിലാൽ, മണി ഉണ്ണികൃഷ്ണൻ, രശ്മി ഷിജോ, CG സുരേഷ്, CDS സൂപ്പർവൈസർ ഷീനത്ത്, പരിശീലകരായ മാല രമണൻ, അനിത ബാബുരാജ്, അംഗൻവാടി ടീച്ചേഴ്സ്, ആശാപ്രവർത്തകർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ ജാഗ്രതാ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പഠന ക്ലാസ് കൂടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നമുക്ക് ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് എന്റെ മുന്നിൽ ഇപ്പോ ഈ കാണപ്പെടുന്ന ഇത്രയും നല്ല ക്രീമായ ഒരു ബോഡി ഇരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തില് വനിതാ വികസനം അല്ലെങ്കിൽ വനിതകൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നു എന്ന് ഒരു വിഭാഗത്തിലെ ഒരു കണക്കെടുപ്പിൽ കാണുമ്പോൾ നമ്മൾ ഇടയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും വൃദ്ധരുടെയും ഒക്കെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് ഈ ജാഗ്രതാ സമിതിയുടെയും കൂടി ഒരു ബാധ്യതയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ.
ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. Merry Christmas and Happy New Year. Ishara Gold and Diamonds near Y Mall, Tripura. മണപ്പുറം റിതി ജ്വല്ലറി. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. സ്പീഡ് പോസ്റ്റ് മുഖേന ലഭിച്ച പാഴ്സലിൽ നിന്ന് 14.19 ഗ്രാം MDMA-യുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കഴിമ്പ്രം സ്വദേശി നെടിയിരിപ്പിൽ വീട്ടിൽ അഖിൽ രാജിനെയാണ് എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ SS സച്ചിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അഖിൽ രാജ് MDMA വിൽപ്പന നടത്തുന്നതായി എക്സൈസ് സംഘത്തിന് നേരത്തെ രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ യുവാവിന്റെ കഴിമ്പ്രത്തെ വീട്ടിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 3.75 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. പരിശോധന സമയത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്പീഡ് പോസ്റ്റ് പാഴ്സലും എത്തി. സംശയത്തെ തുടർന്ന് പാഴ്സൽ പരിശോധിച്ചപ്പോൾ 10.44 ഗ്രാം MDMA-യും കൂടി കണ്ടെത്തുകയായിരുന്നു. സ്പീഡ് പോസ്റ്റ് മുഖേന ലഭിച്ച പാഴ്സലിലെ വിലാസം പോണത്ത് ബാലു എന്നയാളുടെയും ഫോൺ നമ്പർ പിടിയിലായ അഖിൽ രാജിന്റേതുമായിരുന്നു. സംഭവത്തിൽ ബാലുവിനെ പിടികൂടാനായില്ല. പാഴ്സലിൽ മറ്റൊരു പൊതിയിലായാണ് MDMA സൂക്ഷിച്ചിരുന്നത്. മധ്യപ്രദേശിലെ ജബൽപൂരിലുള്ള ഏജൻസി മുഖേനയാണ് MDMA ഒളിപ്പിച്ച് പാഴ്സൽ അയച്ചിട്ടുള്ളത്. സമഗ്ര ശിക്ഷ കേരളം തളിക്കുളം BRC-യുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി കൊമേഴ്സ് അധ്യാപകർക്കുള്ള ഇനീഷ്യേറ്റീവ് ഡെവലപ്മെന്റ് ഓണ്ടർപ്രണറിയൽ ആറ്റിറ്റ്യൂഡ് ഐഡിയ 23 സംഘടിപ്പിച്ചു. സംരംഭകത്വ മേഖലയോട് താൽപര്യവും അഭിരുചിയുമുള്ള കുട്ടികളെ കണ്ടെത്തി മാർഗനിർദ്ദേശം നൽകുക, വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സാമ്പത്തിക സാക്ഷരതയുടെ പ്രാധാന്യം മനസ്സിലാക്കുക, സംരംഭകത്വ മനോഭാവവും സംരംഭകരുടെ സവിശേഷതകളും തിരിച്ചറിയുക എന്നതാണ് പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് VR ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം BRC-യിലെ BPC സിന്ധു KH അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ ചിത്രകുമാർ TV, RC കോർഡിനേറ്റർ സലാഹുദ്ദീൻ തങ്ങൾ എന്നിവർ സംസാരിച്ചു. തളിക്കുളം, അന്തിക്കാട്, ചേർപ്പ് BRC-കളുടെ പരിധിയിലുള്ള 18 ഹയർ സെക്കൻഡറി കൊമേഴ്സ് അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു. RP-മാരായ ഷംസുദ്ദീൻ TK, ആതിര PM, ശ്രീരഞ്ജിനി PS എന്നിവർ ക്ലാസുകൾ നയിച്ചു. കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളന സ്വാഗത സംഘ രൂപീകരണ യോഗം അന്തിക്കാട് സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രമോഹൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, സുബ്രഹ്മണ്യൻ, AP ജോസ്, VV പരമേശ്വരൻ, VK ഹരിഫാബി, KN രാജേഷ്, സുർജിത്, രാജീവ്, PK പീതാംബരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ഭൂരിപക്ഷം അംഗങ്ങളെയും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ആ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള
പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ഈ സംഘടനയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളോടൊപ്പം തന്നെ നമ്മുടെ പെൻഷൻ വർധനമായാലും അതിൻ്റെ DA പ്രതിക്കുന്ന കാര്യങ്ങളായി മറ്റ് കാര്യങ്ങളും വ്യത്യസ്തമായിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെയും കൂടി പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് ഇന്റർനാഷണൽ വോളിബോൾ താരവും കൊച്ചി കസ്റ്റംസ് സൂപ്രണ്ടുമായ യൂസഫ് K. ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് ഫംഗ്ഷൻ ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാം കാണുകയും പരിചയപ്പെടുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഫുട്ബോൾ ടീം വിൻ ചെയ്ത് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം സ്കൂളിൽ നിന്നും ഒരു മെഡൽ അല്ലെങ്കിൽ ഒരു ട്രോഫി കിട്ടുക എന്നുള്ളത് ഏത് പ്രിൻസിപ്പളിൻ്റെയും ഉള്ളിൽ ഒരു സന്തോഷമുള്ളതാക്കുന്ന ഒരു പ്രവണതയാണ്. കാരണം ഒരു ട്രോഫി വിൻ ചെയ്യുമ്പോൾ എല്ലാ സ്കൂളുകളെയും മറികടന്ന് നമ്മുടെ പിള്ളേർ നമ്മൾക്ക് ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ബഹുമാനം. എനിവേ, അറ്റ്ലീസ്റ്റ് അവർ പഠിക്കാൻ മോശമാണെങ്കിൽ തന്നെ അവരെ വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്കൊരു വലിയ കാര്യമാണ്. ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ M. ദിനേഷ് ബാബു, സ്കൂൾ ഹെഡ് ഗേൾ ആർദ്ര CN എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി CM നൌഷാദ്, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ, ശ്രീ സലീം തുടങ്ങിയവർ പങ്കെടുത്തു. സഹോദയ അണ്ടർ 15 ഫുട്ബോൾ ചാമ്പ്യന്മാരെ ചടങ്ങിൽ ആദരിച്ചു. 2 ദിവസങ്ങളിലായാണ് ആനുവൽ സ്പോർട്സ് മീറ്റ് നടത്തുന്നത്. പയ്യന്നൂർ ആമലത്തുകുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്ന പരിഹാര കർമ്മങ്ങളുടെ ഭാഗമായി പാമ്പിൻകാവിൽ നാഗപ്രതിഷ്ഠ നടത്തി. ക്ഷേത്രം തന്ത്രി ചെറുമുക്കമന ഹരിദത്തൻ നമ്പൂതിരി, ജാതവേദൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, അഴകത്ത് അനിയൻ നമ്പൂതിരി, രമേശൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മഹാഗണപതി ഹോമം, സുഹൃത ഹോമം, വിഷ്ണു സഹസ്രനാമജപം എന്നിവയ്ക്ക് ശേഷമാണ് പുനഃപ്രതിഷ്ഠ നടന്നത്. പുള്ളുവൻ പാട്ട്, നാവേറ് എന്നിവ നടന്നു. വൈകിട്ട് സർപ്പബലിയും നടന്നു. ചടങ്ങുകൾക്ക് AB അരവിന്ദൻ, A സതീഷ് ചന്ദ്രൻ, A രമേശ്, P മാധവ മേനോൻ, UP കൃഷ്ണനുണ്ണി എന്നിവർ നേതൃത്വം നൽകി. താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആൻഡോ തൊറയന്റെ 3-ാം വാർഷിക ദിനത്തിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കാരുണ്യവൃദ്ധ സദനത്തിലെ അമ്മമാർക്കും വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമൊപ്പം കേക്ക് മുറിച്ചാഘോഷിച്ചു. താന്യം കൃഷിഭവൻ ഓഫീസർ രൺദീപ്, കിഴക്കുമുറി വടക്കുമുറി വില്ലേജ് ഓഫീസർ പ്രീത മോഹൻ, ADS സെക്രട്ടറി സിൽ ജോഷി, തൊഴിലുറപ്പ് മാറ്റുമാരായ ലില്ലി ജോസ്, ഇന്ദിര ജേക്കബ്, കിസ്മത്ത് പിയൂസ് എന്നിവർ പ്രസംഗിച്ചു. റിജു കണക്കന്തറ, ഗിരിജ കൊടപ്പുള്ളി, രേണുക റിജു, കണ്ണൻ വേളേക്കാട്ട്, വത്സല അശോകൻ, അംബിക ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം 3-ാമത്തെ വർഷമാണ് ഇന്ന്. അപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള ഈ 3 വർഷവും നമ്മളിവിടെ അമ്മമാരോടൊപ്പമാണ് നമ്മുടെ ഈ ദിനം ആഘോഷിക്കാറ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ആശംസകളും നേരിടാൻ ഇതുവരെ തന്നുള്ള സഹകരണത്തിന് ഹൃദ്യമായി നന്ദി. ഇനിയും നമുക്ക് പൂർത്തിയാക്കാനുണ്ട് ഈ ഒരു ടേം. അപ്പോൾ അതിനുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വാണിജ്യം. വ്യാപാര മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തൃപ്രയാർ കിഴക്കേ നടയിലെ സുർമയിൽ പുതിയ സംരംഭമായ സുർമ ഫാഷൻ പാലസ് പ്രവർത്തനം ആരംഭിച്ചു.
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. യാറത്തിങ്കൽ ജുമാ മസ്ജിദ് ഖത്തീബ് ഫാക്കിർ ഫൈസിയുടെ പ്രാർത്ഥനയോടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൽ ഹമീദ് സുർമ ഫാഷൻ പാലസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുറെ കൂടി വിപുലമായ രീതിയിൽ കുറെ കൂടി സൗകര്യങ്ങളോടെ ഈ നാടിനായിട്ട് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കാലങ്ങളായി ഈ പ്രദേശത്ത് നല്ല രീതിയിൽ വ്യാപാരം ചെയ്യുന്ന ഷാബിർ, അദ്ദേഹത്തിൻ്റെ സംരംഭം ഇന്ന് കൂടുതൽ വിപുലമായിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സഹകരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അതുകൊണ്ട് തന്നെ ഈ വിജയഗാഥ തുടരാൻ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാകണമെന്നാണ് എനിക്ക് സമയത്ത് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഷാബിറിൻ്റെ ഈ സംരംഭത്തിന് സുർമ ഫാഷൻ പാലസ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അബ്ദുൽ റഹ്മാൻ പതിപ്പറമ്പത്ത് ആദ്യ വിൽപ്പന നടത്തി. സ്ഥാപന ഉടമ ഷാബിർ KS, വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി ഭാഗ്യനാഥൻ, BJP പ്രതിനിധി ഹരീഷ്, വ്യാപാര വ്യവസായി ഏകോപന സമിതി കിഴക്കേനട വൈസ് പ്രസിഡന്റ് ബഷീർ കറുപ്പം വീട്ടിൽ എന്നിവർ സംസാരിച്ചു. വ്യാപാരികളുടെ ക്ഷേമ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നാണിത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ ദിവസം കുചേല ദിനം കൂടിയാണ്. കുചേലന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഷാബിറിനും എല്ലാവിധ ഈ സ്ഥാപനത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, ടോയ്സ്, ഗിഫ്റ്റ്സ്, കോസ്മെറ്റിക്സ്, ഫാൻസി ഗ്യാരണ്ടി ആഭരണങ്ങൾ, പാദരക്ഷകൾ, ഗൃഹോപകരണങ്ങൾ, സ്റ്റേഷനറി, സ്കൂൾ കോളേജ് ഐറ്റംസുകൾ എന്നിവ സുറുമയിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നവകേരള സദസ്സിൽ പ്രതിഷേധിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന അതിക്രമണത്തിനെതിരെ വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ബഹുജന മാർച്ച് നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നാട്ടിക പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി. സ്പീഡ്
പോസ്റ്റ് മുഖേന ലഭിച്ച പാഴ്സലിൽ നിന്ന് 14.19 ഗ്രാം MDMA-യുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.